സ്ത്രീകൾക്ക് മാസം 2500 രൂപ വീതം കിട്ടുന്ന ലക്ഷ്മി യോജന എന്ന പുത്തൻ പദ്ധതിയിൽ ചേരാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പോർട്ടൽ തുറന്ന ഒറ്റ ദിവസത്തിനകം തന്നെ 1,47,215 പേരാണ് രജിസ്റ്റർ ചെയ്തത്. നിലവിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 3 ലക്ഷം കടന്നിട്ടുണ്ട്. മൊത്തം 17 ലക്ഷം വനിതകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിക്കായി നടപ്പു വർഷത്തേക്ക് ഡൽഹി സർക്കാർ 5,100 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. 21-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാൻ അർഹത. പ്രതിവർഷ കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപ കവിയരുതെന്ന നിബന്ധനയുമുണ്ട്. ആദ്യഘട്ടത്തിൽ 3 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2,500 രൂപയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുകയല്ല ചെയ്യുന്നത്. പകരം 1000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ബാക്കി 1,500 രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി, അതായത് FD ആയി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഡൽഹി സർക്കാരാണ് സംസ്ഥാനത്തെ വനിതകൾക്കായി ലക്ഷ്മി യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഓഗസ്റ്റ് 1-നാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. സ്ത്രീകൾക്ക് ഹ്രസ്വകാലത്തിന് പുറമെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം കൂടെ ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് FD കൂടി പദ്ധതിയിൽ ചേർക്കുന്നതെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. നിലവിൽ മറ്റേതെങ്കിലും പദ്ധതി വഴി സാമ്പത്തിക പിന്തുണ കിട്ടുന്നവർക്ക് ലക്ഷ്മി യോജനയിൽ ചേരാനാകില്ല. ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ ജീവനക്കാർ, കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയുള്ളവർ, 3-ലധികം കുട്ടികളുള്ളവർ, കാർ ഉള്ളവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്നിവരും പദ്ധതിയിൽ ചേരാൻ യോഗ്യരല്ല. അപേക്ഷകർ അതത് മണ്ഡലത്തിലെ MLA-യുടെയോ MP-യുടെയോ ശുപാർശ കത്ത് കൂടി ഉൾപ്പെടുത്തണമെന്ന നിബന്ധനയും പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ യോഗ്യരെ നിശ്ചയിക്കൂ. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ലക്ഷ്മി യോജന. അതേസമയം ഇത്തരം കടുകട്ടി നിബന്ധനകളോടെ നടപ്പാക്കുന്ന പദ്ധതിയെ വിമർശിച്ച് ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും 2,500 രൂപ വീതം നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നതെന്നും, എന്നാൽ ഇപ്പോൾ കടുകട്ടി നിബന്ധനകൾ വെച്ചതോടെ ഫലത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പണം ആർക്കും കിട്ടാത്ത അവസ്ഥയാകുമെന്നും AAP ആരോപിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.